അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മണ്ണുത്തിക്കടുത്ത നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മുല്ലക്കര മക്കാമിൽ അന്തിയുറങ്ങുന്നത് സയ്യിദ് മുഹമ്മദ് ഫക്കീർ വലിയുള്ളയാണ്. ആദ്യം പേര് അറിഞ്ഞിരുന്നില്ല. ഇവിടുത്തെ മസ്ജിദിൽ കുത്തുബിയത്തിന് തുടക്കം കുറിക്കുകയും പലപ്പോഴും താമസിക്കുകയും ചെയ്ത വലിയുള്ളാഹി അന്തർപ്പാപ്പയാണ് പേര് വെളിപ്പെടുത്തിയത്. മക്കാം ഇന്ന് പുനരുദ്ധാരണത്തിലാണ്. തൃശ്ശൂർ പാലക്കാട് റോഡിൽ മണ്ണുത്തിപ്പാലം ബസ് സ്റ്റോപ്പായ തോട്ടക്കര ഇറങ്ങിയാൽ ഇവിടേക്ക് 1/2 കിലോമീറ്ററേ ഉള്ളൂ. തൃശ്ശൂരിൽ നിന്നും 5 കിലോമീറ്റർ ദൂരെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിക്ക് മുമ്പിലാണിത്. പാലത്തിൽ കയറാതെ മുന്നോട്ട് നീങ്ങിയാൽ പാലത്തിനടിയിലൂടെ എതിർവശത്തേക്ക് കടക്കാം. അവിടെ നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് തന്നെ വരുമ്പോൾ ബോർഡ് വെച്ചത് കാണാം. ഇടത് റോഡിലൂടെ പോകുമ്പോൾ രണ്ടാമതായി വീണ്ടും കാണുന്ന ഇടത് റോഡാണ് മക്കാമിലേക്കുള്ള വഴി. മറ്റു പലയിടത്തെ പോലെ ഇവിടെയും ചന്ദനക്കുടം നേർച്ചയുള്ളതായി മനസ്സിലാക്കുന്നു. ആനയും ചെണ്ട കൊട്ടുമെന്നും ഇപ്പോൾ സുന്നി പണ്ഡിതന്മാർ തന്നെ അംഗീകരിക്കുന്നില്ല. അങ്ങനെയിരിക്കെ മഹല്ലുകാർ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കണിയാപുരം വലിയുള്ളാഹിയും CM വലിയുള്ളാഹിയും കാളത്തോട് കമ്മക്കുട്ടി മുസ്ലിയാർ, കല്ലൂർ മസ്താൻ, വരവൂർ മസ്താൻ, മഞ്ഞാളി മസ്താൻ, ചളിങ്ങാട് ഹംസ മുസ്ലിയാർ എന്നിവർ ഇവിടെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും പൈസ ഒഴിഞ്ഞു വെച്ചാൽ ശിഫ കിട്ടുമെന്ന് പറയുന്നു. പൈശാചിക മാനസിക അസുഖങ്ങൾക്കും ഫലപ്രാപ്തി പറയുന്നുണ്ട്. مرحبا جد الحسين مرحبا أهلا وسهلا يا رسول الله الله مرحبا يا خير داعي يا حبيب الله وتحمل لي رسائل أيها الشوق الجزيل وتحمل لي رسائل أيها الشوق الجزيل نحو حاتيك المنازل يا رسول الله الله في العشايا والبكور يا حبيب الله مرحبا يا نور عيني مرحبا جد الحسين مرحبا أهلا وسهلا يا رسول الله الله مرحبا يا خير داعي يا حبيب الله كل من في الكون هامو فيك يا باهي الجبين كل من في الكون هامو فيك يا باهي الجبين ولهم فيك غرام يا رسول الله الله واشتياق وحنين يا حبيب الله مرحبا يا نور عيني مرحبا جد الحسين مرحبا أهلا وسهلا يا رسول الله الله